നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ ദിവസം നിറഞ്ഞ പഞ്ചമി, വരാഹിയമ്മനുക്കെന്നേയുള്ള അമ്മനോട് ദിവസം. ആദ്യം നമുക്ക് പഞ്ചമിതിഥി ടൈമിങ് നോക്കാം. ഇന്ന് അതിന്റെ കൂടെ കാര്യസിദ്ധി നേരവും വരുന്നുണ്ട്. ഇന്നത്തെ പതിവിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കാര്യസിദ്ധി ടൈമിൽ ചെയ്തോളുക. തുടർന്ന് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം കാര്യസിദ്ധി ടൈം എത്രമാത്രം ഒരാളുടെ ലൈഫിന് ഉതകുന്നു എന്ന്. അപ്പോ ഇന്നത്തെ പഞ്ചമതിഥി ടൈമിംഗ് നോക്കാം. ഇന്ന് അതിരാവിലെ നവംബർ മാസം 9-ാം തീയതി ഞായറാഴ്ച അതിരാവിലെ 4:45 AM തുടങ്ങി നാളെ തിങ്കളാഴ്ച നവംബർ മാസം 10-ാം തീയതി 2:25 AM വരെ ഇരിക്കുന്നുണ്ട്. ഇന്ന് മുഴുനീളെ പഞ്ചമിതിഥി ഇരിക്കുന്നതിനാല് എല്ലാവർക്കും പൂജയും വഴിപാടും ഒക്കെ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. വിട്ടുകളയാതിരിക്കുക. ശരിങ്ങളാ? ഇനി കാര്യസിദ്ധി നേരം നോക്കാം. കാര്യസിദ്ധി നേരം 2 തവണ വരുന്നുണ്ട്, രാവിലെയും രാത്രിയും. രാവിലെ 7:45 AM ടു 8:45 AM, രാത്രി വന്നിട്ട് 9:25 PM ടു 10:25 PM. ടൈം നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്തോളുക. ഓൾറെഡി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇന്നത്തെ ദിവസം എന്താണെന്ന്. പഞ്ചമിതിഥി നവംബർ മാസ തേയ്പിറ പഞ്ചമി, വരാഹിയമ്മനുക്കെന്നേ ഉള്ള നാള്. സോ ഈ നാളില് എന്തൊക്കെ വഴിപാട് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത്. നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളും പറയാം. മാത്രമല്ല ഇന്നത്തെ സ്പെഷ്യലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞു തരാം. അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. വരാഹിയമ്മനുക്കെന്ന് മാത്രമല്ല കാളഭൈരവർക്കും നമുക്ക് ഇന്നത്തെ ദിവസം പൂജ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും വന്നിട്ട് ഓരോരോ മാതിരി പഴക്കമാണ് ഇരിക്കുന്നത്. ചിലർക്ക് വന്നിട്ട് ഒരു മുഖ്യമായിട്ടുള്ള ഒരു നാളായതിനാല് കോവിലിൽ പോയിട്ട് വരണം. അന്നത്തെ നാള് പീസ്ഫുൾ ആയിട്ട് ഇരിക്കണമെങ്കിൽ അവര് കോവിലിൽ പോയിട്ട് വരണമെന്ന് അവരുടെ മനസ്സിൽ ഫിക്സ് ചെയ്ത ഒരു കാര്യമായിരിക്കും. എന്നാലും വേറെ ചിലരുണ്ടല്ലോ, അവര് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ബെഡിലെ അങ്ങനെ ഇരുന്ന് കണ്ണടച്ച് ഒരു 10 നിമിഷം അങ്ങനെ അമ്മയെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഇരുന്ന് അമ്മയെ പ്രാർത്ഥിച്ചാൽ എന്നോട് ആ നാള് വന്നിട്ട് അതിഗംഭീരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് അങ്ങനെ ചില പേര്. എന്നാൽ ഇന്നും ചില പേര് കാലയിലെ എണീറ്റ ഉടനെ തന്നെ സൂര്യ നമസ്കാരം ചെയ്യണം, അങ്ങനത്തെ പതിവ് കൊണ്ട് നടക്കുന്നവരുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും പലതരത്തിലുള്ള പ്രാർത്ഥനാ മെത്തേഡാണ് വരുന്നത്. അവരുടെ പഴക്കം അങ്ങനെയാണ്. ഓരോരോ വകയില് അത് വന്ന് അവര് ചേഞ്ച് ചെയ്തിട്ടേ ഇരിക്കും. സോ നമുക്കെന്നേ ഒരു ചില കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ കറക്റ്റായി ചെയ്യുന്നത് ഒരു നല്ല വിഷയം. ബട്ട് തീർക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഒരു ചില വിഷയങ്ങൾക്ക് സൊല്യൂഷൻ തേടി ഇങ്ങനെ അലഞ്ഞിട്ടിരിക്കുന്നവരുണ്ട്. ഒട്ടുമുക്കാൽ പേരും അതിൽ ഉൾപ്പെടുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ദാറ്റ് മീൻസ് മെയിൻലി കടപ്രശ്നത്തില് കടം കൊണ്ട് പൊറുതിമുട്ടി ഇങ്ങനെ അലഞ്ഞിട്ടിരിക്കുന്നവര്, എത്ര കടം തീട്ടാൻ ശ്രമിച്ചാലും അത് നടക്കുന്നില്ല. പിന്നെ വഴക്ക്, വീട്ടുകാർ തമ്മിലും ഫ്രണ്ട്സ് തമ്മിലും അങ്ങനെ വഴക്ക് സംബന്ധപ്പെട്ട വിഷയം, അങ്ങനെ എന്താ ചെയ്യാൻ പറ്റുക, ഒന്നും മനസ്സിലാവാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു കൺഫ്യൂഷൻ സ്റ്റേജ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കെല്ലാം ഈ തേയ്പിറ പഞ്ചമി വന്നിട്ട് നിങ്ങൾ അതിൻ്റെതായ രീതിക്ക് വഴിപ്പെട്ടാല് നല്ല രീതി സൂപ്പറായ ഒരു പരിഹാരം നിങ്ങൾക്ക് നൽകും. മുഖ്യമായ ഒരു ചില കാര്യങ്ങൾ വന്ന് ഞാൻ പറയാം. അതായത് 3 വിഷയങ്ങൾ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഈ ടൈമിൽ ഫോളോ ചെയ്ത് വരണം. ഇതിൽ വന്നിട്ട് നിങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തോളുക. ഒരു 3-4 കാര്യങ്ങൾ ഇരിക്കുന്നെന്ന് വെച്ചോളൂ. ഓരോന്നോരോന്നായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇതിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കറക്റ്റായിട്ട് ആ ടൈമിംഗ് നോക്കി നിങ്ങൾ ചെയ്തോളുക. ഇപ്പോ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന വഴിപാട് വന്നിട്ട് മെയിൻലി വരാഹിയമ്മനുക്കും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കാളഭൈരവർക്കും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ശരിങ്ങളാ? 2 പേർക്കുമേ ഉകന്ന വഴിപാട്. നിങ്ങള് വീട്ടിന്റെ അടുത്ത് തന്നെ ഏത് കോവിലിരിക്കുന്നുവോ, ഇപ്പൊ നിങ്ങൾക്ക് വരാഹിയമ്മന്റെ കോവിലിരുന്നാല് അവിടെ പോയി ചെയ്തോളുക. ഇല്ല ചില കാലഭൈരവരുടെ കോവിലിരുന്നാല് അവിടെ പോയി ചെയ്തോളുക.
ഇത് രണ്ടും നിങ്ങളുടെ വീടിന്റെ പക്കത്ത്, ഇപ്പൊ കോവില് നിങ്ങളുടെ വീടിന്റെ പക്കത്ത് ഇല്ല എങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്തോളുക. ഇതിൽ വന്നിട്ട് ആദ്യത്തെ ഫസ്റ്റ് വഴിപാട് എന്ന് നോക്കിയാല് ചക്കര വഴിപാട് എന്ന് പറയും. ഈ ചക്കര വഴിപാട് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു നല്ല വിഷയം നടക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിട്ടേ ഇരിക്കുകയാണ്. അതായത് ഒരു ഗുഡ് ന്യൂസ് വരണം. ഇപ്പോ നിങ്ങളുടെ മോള് കൺസീവായി, മോനിക്ക് കല്യാണമായി, അതുപോലെ ഏതെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ചക്കര വെച്ചിട്ട് അർച്ചന ചെയ്യണം. ഇത് വന്നിട്ട് വരാഹി അമ്മനക്കും ചെയ്യാവുന്നതാണ്, കാലഭൈരവർ സ്വാമിക്കും ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ വീട്ടിലിരുന്നേ ചെയ്യാവും. ഇപ്പൊ ചക്കര എന്ന് വെച്ചാൽ അറിയാലോ, പഞ്ചസാര, ഷുഗർ. ശരിങ്ങളാ? ഒന്നുമില്ല, നിങ്ങൾ വണങ്ങുന്ന ദൈവത്തിന്റെ നാമം ചൊല്ലിയിട്ട് ചെയ്താലേ പോതും. നിങ്ങളിപ്പോ കാലഭൈരവർക്കാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഓം കാലഭൈരവായ നമഃ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് ചെയ്തോളുക. വരാഹി അമ്മനക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഓം വജ്രഘോഷ വാരാഹിയേ നമഃ, ഓം പുയൽ നങ്കൈ നമഃ, ഇങ്ങനെയെല്ലാം അമ്മയുടെ നാമം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ അമ്മയുടെ നാമം ജപിച്ച് അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഞ്ചസാരയാലെ, ചക്കരയാലെ നിങ്ങൾക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരു ബൗളിൽ ഒരു പിടി ചക്കര എടുത്തോളുക. പഞ്ചസാര എടുത്തിട്ട് അമ്മനിക്ക് ഓരോ പിടി, ഓരോ നുള്ളെടുത്ത് വെച്ച് ഇങ്ങനെ അർച്ചന ചെയ്തോളുക. ഒറ്റ നമ്പർ, അതായത് ഓഡ് നമ്പേഴ്സിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. 7, 9, 11 എടുക്കരുത്, 13 അങ്ങനെ നിങ്ങൾ ഓഡ് നമ്പേഴ്സിൽ, പിന്നെ 21 അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ ചെയ്തോളുക. അമ്മയ്ക്ക് എത്ര നിങ്ങൾക്ക് പറ്റുമോ ആ രീതിക്ക് അമ്മയുടെ മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് ചെയ്തോളുക. തിരിച്ച് ഈ ശർക്കര, നമ്മൾ ഈ പഞ്ചസാര വെച്ചിട്ട് നമ്മൾ വഴിപാട് ചെയ്യുന്നില്ല, ആ പഞ്ചസാര എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ സുഖമില്ലാതിരിക്കുന്ന അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് തിരിച്ചും നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ചായക്കോ കോഫിക്കോ ഒക്കെ ഇട്ട് നമുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൽവ ഉണ്ടാക്കാനോ അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ശരിങ്ങളാ? സോ ചക്കര വഴിപാട് എന്നത് ഒരു വിശേഷം. ഇത് വന്നിട്ട് ഇനിപ്പായ കാര്യങ്ങൾ, അതായത് അത്രയ്ക്കും മധുരമായ കാര്യങ്ങൾ നമ്മുടെ കാതിൽ കേട്ട് നമുക്ക് സന്തോഷപ്പെടുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴിപാട്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് മനസ്സിലായല്ലോ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. സോ ഇത് വന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ശരിങ്ങളാ? ദെൻ ഗോ ടു സെക്കൻഡ് മെത്തേഡ്. സെക്കൻഡ് വന്നിട്ട് കുങ്കുമം. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കുങ്കുമത്തെ വെച്ചും നിങ്ങൾക്ക് കാലഭൈരവർക്കും വരാഹിയമ്മനക്കും അർച്ചന ചെയ്യാവുന്നതാണ്. ഇത് വന്നിട്ട് നിങ്ങൾ പഞ്ചമിതിഥിയിൽ ചെയ്യുമ്പോൾ അടുത്ത പഞ്ചമിതിഥിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്ലസന്റ് ആയിട്ടുള്ള, നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അതിനുള്ള ഒരു പോസിറ്റീവ് റിപ്ലൈ നിങ്ങൾക്ക് അമ്മനും ഭൈരവരും കൊണ്ടുവന്ന് തരുന്നതാണ്. ശരിങ്ങളാ? വേറൊന്ന്, ഈ കുങ്കുമ വഴിപാട് വന്നിട്ട് നിങ്ങൾക്ക് വീട്ടിലും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പക്കത്തുള്ള കോവിലിലോ ഇല്ല വരാഹിയമ്മനുടെ കോവിലിലോ പോയിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചക്കര വഴിപാടും കോവിലിൽ പോയി ചെയ്യാവുന്നതാണ്. ചക്കര വഴിപാടും ചെയ്യാം, കുങ്കുമ വഴിപാടും നിങ്ങൾ കോവിലിൽ ചെയ്യാം. പക്ഷെ ചക്കര വന്നിട്ട് കോവിലിൽ നിന്ന് നിങ്ങൾ തിരിച്ച് എടുത്തോണ്ട് വരാൻ പാടില്ല. ഒരു ചില സാധനങ്ങൾ നമ്മൾ തിരിച്ചെടുത്തോണ്ട് വരാൻ പാടില്ല. ശരിങ്ങളാ? ഇപ്പൊ നിങ്ങൾ കോവിലിൽ പോയിട്ട് കുങ്കുമ വഴിപാടാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കുങ്കുമം നിങ്ങൾ എടുത്തിട്ട് വരിക. എന്നിട്ട് അത് ഡെയിലി നിങ്ങളുടെ നെറ്റിയിൽ ഇട്ടോളുക. അത് ഇന്നിപ്പോ തേയ്പിറ പഞ്ചമി, അടുത്ത പഞ്ചമി വരുന്നത് വരെയും നിങ്ങളിത് നെറ്റിയിൽ ചാർത്തിക്കൊള്ളുക. വേറൊന്നുണ്ട്, അടുത്ത് വരുന്നത് വളർപ്പിറ പഞ്ചമിയാണ്, പക്ഷേ തേയ്പിറ പഞ്ചമി വരെയും നിങ്ങളിത് നെറ്റിയിൽ ചാർത്തണം. ശരിങ്ങളാ? ഓർമ്മ വെച്ചോളുക. വരാഹിയമ്മനായാലും ശരി, കാലഭൈരവരായാലും ശരി, എനിക്ക് തുണയായിരിക്കണമേ എന്ന് നിങ്ങൾ മനസ്സിൽ കരുതി നിങ്ങൾ നെറ്റിയിൽ വെച്ചോളുക. അങ്ങനെയും നിങ്ങൾക്ക് വഴിപാട് ചെയ്യാവുന്നതാണ്. ശരിങ്ങളാ? ഇന്നൊന്ന് ഞാന് കാലഭൈരവരുടെ കോവിലിൽ കണ്ടിരിക്കുന്നത് എന്താച്ചാല്, അത് പഞ്ചമിയിലും അഷ്ടമിയിലും ഒക്കെ കനി വഴിപാട് ചെയ്യും. കനി എന്ന് വെച്ചാല് രാജക്കനി എന്നറിയപ്പെടുന്ന നമ്മുടെ ഇലുമ്പിച്ചമ്പഴം, അതായത് ചെറുനാരങ്ങ വഴിപാട്. അതായത് ഒരു 108 ചെറുനാരങ്ങ വാങ്ങിയിട്ട് എണ്ണി വാങ്ങണം. നിങ്ങൾക്ക് ഏതോ ഒരു കഷ്ടം ഇരിക്കുമല്ലേ, നിങ്ങൾ ഒരാളിന് ഇപ്പൊ പൈസ കുറച്ച് കടം കൊടുത്തു, അവര് അത് തിരിച്ചു തരുന്നില്ല, അവർക്ക് ഏതോ ഒരു പ്രശ്നം ഇരിക്കുന്നുണ്ട്. അതല്ല, വേറൊന്ന്, നിങ്ങൾക്ക് ഒരു മുഖ്യമായ വിഷയം നടക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ചെറുനാരങ്ങ കോർത്ത്
കാലഭൈരവർക്ക് മാല ചാർത്തും. ശരിങ്ങളാ, ഈ ദിവസത്തിൽ അത് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആണ്. ഇത് നിങ്ങൾ വരാഹിയമ്മയ്ക്കും ചാർത്താവുന്നതാണ്. ഇതിലിരിക്കുന്നതിലെ വന്നിട്ട് ഒത്തിരി പവർഫുൾ ആയത് ഏതാന്ന് ചോദിച്ചാല് ഈ രാജകനി വഴിപാടാണ്. അത് നിങ്ങൾ ഏത് വിഷയത്തിന് വിചാരിച്ച് ചെയ്യുന്നുവോ അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതായത് നിങ്ങളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തോളുക. ഇപ്പോ തേയ്പിറ പഞ്ചമിക്കാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ അടുത്ത് വരുന്ന തേയ്പിറ പഞ്ചമിക്ക് എഗെയിൻ നിങ്ങൾ ഇത് വഴിപാട് ചെയ്തോളുക. ശരിങ്ങളാ? ഇപ്പോ തേയ്പിറ പഞ്ചമി ആയാലും ശരി, തേയ്പിറ അഷ്ടമി ആയാലും ശരി, നിങ്ങളൊരു 108 ചെറുനാരങ്ങ വാങ്ങി അത് നിങ്ങളുടെ കയ്യാലെ കോർത്ത് കൊണ്ടുപോയി കാലഭൈരവ സ്വാമിക്കായാലും ശരി, വരാഹി അമ്മനിക്കായാലും ശരി, നിങ്ങളുടെ കയ്യാലെ ചാർത്തി കൊടുക്കുമ്പോൾ അത് വന്നിട്ട് ഒരു 2-3 തവണ ചെയ്ത് വരുമ്പോൾ, 2-3 പ്രാവശ്യം അത് ചെയ്ത് വരുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ബെനിഫിറ്റ്, ഒരു ബലം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ എന്ത് കരുതി ചെയ്യുന്നുവോ അത് തീർച്ചയായിട്ടും നടന്നിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ കനി വഴിപാട് ചെയ്യുക എന്നത് ഞാൻ എടുത്തെടുത്ത് പറയുന്നതിന്റെ കാരണം. കനി വഴിപാട് ചെയ്താൽ അത്രയ്ക്കും പവർഫുൾ ആയിട്ട് കാര്യം നടക്കും. ശരിങ്ങളാ? ഈ വഴിപാട് വന്നിട്ട് നിങ്ങൾക്ക് കാലഭൈരവർക്കും പണ്ണലാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാഹിയമ്മനക്കും പണ്ണലാം. ഇതുപോലെ കോർത്ത് കൊണ്ടുപോയി ചാർത്തിക്കൊള്ളുക. ശരിങ്ങളാ? വേറൊന്ന്, നിങ്ങളിത് ഓഡ് നമ്പേഴ്സിൽ, അതായത് ഒറ്റ സംഖ്യ കണക്കിനെ ചെയ്യാൻ പാടുള്ളൂ. ഒരു 3 അല്ലെങ്കിൽ 5, 9, 7, 11 ചെയ്യാൻ പാടില്ല, 13 അങ്ങനെ ഒറ്റപ്പടി സംഖ്യയിലെ ചെയ്യാൻ പാടുള്ളൂ. ഓർത്തോളുക. അതിനു മുന്നേ നിങ്ങൾക്ക് കാര്യം നടന്നു കിട്ടും. നിങ്ങളിപ്പോ 1-2 തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ നടന്നു കിട്ടും. ദാറ്റ് മീൻസ് ഒരു 3 ആഴ്ച, 5 ആഴ്ച, 7 ആഴ്ച, 9 ആഴ്ച, അതാണ് മെയിൻ ചെയ്യുന്നത്. ശരിങ്ങളാ? നിങ്ങൾ ഫസ്റ്റില് ഒരു കണക്ക് വെക്കുക. അത് വേണ്ടുക, ഞാൻ ഇത്ര നാള് ഇത് ചെയ്യാം, അതിനുള്ളിൽ എനിക്ക് ഒരു ആൻസർ തരണം, അമ്മനും ഭൈരവരും എനിക്കൊരു ആൻസർ തരണം എന്ന് നിങ്ങൾ വേണ്ടിയിട്ട് അവർക്കാകെ നിങ്ങളിത് ചെയ്യുക. അതിനുള്ളിൽ നിങ്ങൾക്ക് കാര്യം നടക്കും. അപ്പോൾ ഇന്ന് തേയ്പിറ പഞ്ചമിയാണ്. ഇന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക. ശരിങ്ങളാ? അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ശക്തി ഇതിന് ഇരിക്കുന്നുണ്ട്. നിറയെ കോവിലിൽ നോക്കിക്കഴിഞ്ഞാല് ഇപ്പോ തേയ്പിറ പഞ്ചമി എന്നെടുത്താലും തേയ്പിറ അഷ്ടമി എന്നെടുത്താലും ഈ എലുമ്പിച്ചപ്പഴം, അതായത് ചെറുനാരങ്ങ വെച്ചുള്ള വഴിപാട് കാലഭൈരവർക്കും ചെയ്യും, വരാഹി അമ്മനക്കും ചെയ്യും. അത്രയ്ക്കും പവർഫുൾ ആയത് നിങ്ങൾ ഇന്ന് തൊട്ടൊന്ന് നോട്ടീസ് ചെയ്ത് നോക്കിക്കോളൂ. അത് നോട്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി അടുത്തൊന്ന് ഞാൻ പറയാം. അത് എന്താച്ചാല് ഈ പൂഷണിക്ക ദീപം, പംകിൻ ഇല്ലയാ, അത് തന്നെയാണ് പംകിൻ ദീപം. ഒത്തിരി പവർഫുൾ. നല്ലെണ്ണ ഊത്തി നിങ്ങൾ പൂഷണിക്ക ദീപം വെച്ചാല് നിങ്ങളത് വെച്ചിട്ട് എന്തു ചോദിക്കുന്നുവോ അത് വിത്തിൻ അവേഴ്സ് നേടിത്തരുമെന്നാണ്, നടത്തിത്തരും നമ്മുടെ വരാഹിയമ്മൻ. യെല്ലോ പംകിൻ അല്ല, വൈറ്റ് പംകിൻ, വെള്ള പൂഷണിക്ക. ശരിങ്ങളാ? ഒരു മീഡിയം അളവിനുള്ള ഒരു പൂഷണിക്ക നിങ്ങൾ വാങ്ങിയിട്ട് അത് 2ആയിട്ട് കട്ട് ചെയ്യുക. 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ നടുക്കിരിക്കുന്ന കുരുക്കളുണ്ടല്ലോ, കുരുവും അതിന്റെ ഇതെല്ലാം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നടുക്കിരിക്കുന്നതെല്ലാം വൃത്തിയാക്കി അത് എടുക്കുമ്പോൾ ഒരു കുഴി വരും. ആ കുഴിക്കുള്ളിൽ നിങ്ങൾ എണ്ണ ഊത്തിയിട്ട് ദീപം വെച്ചോളുക. ആ കുഴി വന്നിട്ട് തേങ്ങാക്കുള്ളിൽ വരുന്നില്ലേ കുഴി, തേങ്ങ നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ വരുന്നില്ലേ മുറിയിൽ, തേങ്ങാ മുറിയിൽ വരുന്ന കുഴി പോലെ നല്ലൊരു കുഴിയായിരിക്കും. നല്ല രീതിയിൽ എണ്ണ ഊത്തിയിട്ട് അതിൽ നിങ്ങൾ ദീപം വെക്കുക. വേറൊന്നുണ്ട്, വെള്ളത്തിരി അല്ല ദീപം പോടാനായിട്ട് നമ്മൾ എടുക്കുന്നത്, ചുവപ്പ് തിരിയിലാണ് നമ്മൾ ദീപം പോടേണ്ടത്. ദീപം വെക്കേണ്ടത് ഏത് തിരിയിലാണ്? ചുവന്ന കളർ തിരിയിൽ. ഇപ്പൊ ചുവന്ന കളർ തിരിയില്ല, ഇന്ന് വെള്ള കളർ തിരിയേ ഉള്ളെങ്കിൽ കുങ്കുമം ഉണ്ടല്ലോ, കുങ്കുമം നന്നായിട്ട് തടവിയെടുത്ത് അതിൽ നിങ്ങൾ ദീപം വെച്ചോളുക. ശരിങ്ങളാ? ഇതും നിങ്ങൾ 2 ഭഗവാനും പണ്ണലാം. അതായത് കാലഭൈരവർക്കും ചെയ്യാം, വരാഹിയമ്മനക്കും ചെയ്യാം. അത് പഞ്ചമി, തേയ്പിറ പഞ്ചമിക്കും ചെയ്യാം, തേയ്പിറ അഷ്ടമിക്കും ചെയ്യാം. ശരിങ്ങളാ? വന്നിട്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നത്തിന് പരിഹാരം, അത് പരിഹാരം നിങ്ങളെ വിളിച്ചു തരും എന്ന മാതിരി അതിന് പരിഹരിക്കപ്പെടും നിങ്ങളുടെ പ്രശ്നങ്ങൾ. മാസത്തിൽ 1 തവണയെങ്കിലും നിങ്ങൾ ചെയ്തോളുക. നല്ല ഫലം നിങ്ങൾക്ക് കിട്ടും. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് തേങ്ങാദീപം. തേങ്ങാദീപം വന്നിട്ട് നിങ്ങൾക്ക് വരാഹിയമ്മനക്കും ചെയ്യാം, അതുപോലെ തന്നെ കാലഭൈരവർക്കും ചെയ്യാവുന്നതാണ്. അതെങ്ങനെയെന്ന് വെച്ചാല് ഇപ്പൊ ഒരു തേങ്ങ മുറിച്ച് 2 മുറി വരുമല്ലോ, അത് വന്നിട്ട് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം അതില് കോക്കനട്ട് ഓയിൽ, തേങ്ങാ എണ്ണ, നല്ലെണ്ണയോ വെളക്കെണ്ണയോ ഒന്നും ഒഴിക്കാൻ പാടില്ല, തേങ്ങാ എണ്ണ ഒഴിച്ച് നിങ്ങൾ ദീപം വെച്ചോളുക. ഇപ്പൊ ഇത് നിങ്ങൾ ഇന്ന് തേയ്പിറ പഞ്ചമിയാണ്, ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അടുത്ത തേയ്പിറ പഞ്ചമിക്ക് ചെയ്തോളുക. ഓരോ കണക്ക് വെച്ച് നിങ്ങൾ ചെയ്യുക. സോ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് വരുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ 5 എണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അതൊക്കെ നമ്മളിങ്ങനെ ചെയ്തിട്ട് വരുമ്പോൾ അതൊക്കെ വന്നിട്ട് ഈ 5 കാര്യങ്ങൾ ഒത്തിരി പവർഫുൾ ആയതാണ്. ഒത്തിരി പവർഫുൾ വിഷയങ്ങൾ നമുക്ക് അതേപോലെ പവർഫുൾ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കും. ഇതിൽ വന്നിട്ട് 5 കാര്യം നിങ്ങളോട് ഒരു ടൈം ഞാൻ ചെയ്യാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഏതൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്തോളുക. പിന്നെ പൂഷണിക്ക ദീപത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് കോവിലിൽ ചെയ്യുന്നതാണ് വെരി ബെസ്റ്റ് എന്ന് പറയുന്നത്. ശരിങ്ങളാ? പിന്നെ തേങ്ങാദീപ വഴിപാട് വന്നിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തോളുക. എലുമ്പിച്ചമ്പഴം അതായത് ചെറുനാരങ്ങ വഴിപാട് വന്നിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് കോർത്ത് കോവിലിൽ തന്നെ നിങ്ങൾ കൊണ്ടുപോയി അമ്മയ്ക്ക് ചാർത്തിക്കോളുക. ശരിങ്ങളാ? ഇതെല്ലാം നിങ്ങൾ കെയർഫുള്ളി കേട്ട് മനസ്സിലാക്കി ചെയ്തോളുക. എന്ത് ചെയ്താലും ഇപ്പൊ കാലഭൈരവർക്കാണ് ചെയ്യുന്നതെങ്കിൽ ഓം കാലഭൈരവായ നമഃ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ചെയ്തോളുക. വരാഹിയമ്മനക്ക് മുന്നേ ചെയ്യുന്നത് നിങ്ങൾ ഓം വജ്രഘോഷ വാരാഹിയേ നമഃ, ഓം പുയൽ നങ്കൈ നമഃ ഇങ്ങനെ അമ്മയുടെ നാമം ചൊല്ലി അമ്മയെ വിളിച്ച് നിങ്ങൾ ചെയ്തോളുക. അവരുടെ നാമത്തെ പറഞ്ഞ് അവർക്കാകെ വഴിപാട് ചെയ്യുമ്പോൾ അവരുടെ ദിവസമാണ് പഞ്ചമി തിഥി. അമ്മ വന്ന് നിങ്ങൾക്ക് കയ്യമ്മേ ബലം തരും. നിങ്ങൾ ഏത് കാര്യം കരുതി നിങ്ങൾ ഇത് ചെയ്യുന്നുവോ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹെൽപ്പ് അമ്മയിൽ നിന്നും വന്നിരിക്കും. ശരിങ്ങളാ? സോ അതാത് ദൈവത്തിനുള്ള മന്ത്രത്തെ ചൊല്ലി നിങ്ങൾ ചെയ്തോളുക. അതാണ് സിറപ്പായിട്ട് നമ്മൾ പിന്തുടർന്ന് പോകേണ്ടത്. സോ അതും വന്ന് നിങ്ങൾ ഫോളോ ചെയ്തോളുക. ഇതെല്ലാം ഭയങ്കര പവർഫുൾ ആയത് നിങ്ങൾ ഈ തേയ്പുര പഞ്ചമിക്ക് ചെയ്യുന്നത് അടുത്ത തേയ്പുര പഞ്ചമി വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ശരിങ്ങളാ? ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇതെല്ലാം ഒരേ തവണ റിസൾട്ട് തരുന്ന ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മെത്തേഡ്സ്. നിങ്ങളെ കൊണ്ട് ഞാൻ പറഞ്ഞതിൽ ഏതൊക്കെ മുഖ്യമായിട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം മിസ്സാക്കാതെ ചെയ്തോളുക. നമ്മുടെ ആവശ്യം, നിങ്ങളുടെ ആവശ്യം അത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. അതനുസരിച്ച് നിങ്ങൾ ചെയ്തോളുക. പിന്നെ വേറൊന്ന്, വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. വിശ്വാസം ഇല്ലാത്തവര് സ്കിപ്പ് ചെയ്തോളുക. ഒന്നും പ്രശ്നമില്ല. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാല് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചാനലിൽ നിങ്ങൾ പുതുതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.